ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് മക്കൾക്ക് ഒരുപാട് മാർക്കിന് എക്സാമിന് എന്ത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ നമ്മോട് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, സാറേ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്ക് ഞങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുക എന്നുള്ളത് ഒരുപാട് മക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറ് ഇന്ന് +2 കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. എടാ നോക്കണേ, ഞാൻ എല്ലാ ടോപ്പിക്കുകളും ഏതൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എടാ കേട്ടോടാ, ആദ്യം മക്കൾ ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ടത്, നിങ്ങൾക്കറിയാം കെമിക്കൽ കൈനറ്റിക്സിൽ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്, ഒരു റിയാക്ഷൻ്റെ റേറ്റും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. അതിൽ ആദ്യം മക്കൾ പഠിക്കേണ്ടത് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്താണ് എന്നുള്ളത്. രണ്ടാമതായിട്ട് എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി, എങ്ങനെ ഒരാളെ തന്നാൽ അതിൻ്റെ ഓർഡർ കാണാം അല്ലെങ്കിൽ മോളിക്കുലാരിറ്റി കാണാം. അത് മാത്രം പോരാ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്താണെന്നും കൂടി പഠിക്കണം. അപ്പോൾ ആദ്യം റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പഠിക്കണം. രണ്ടാമത്തത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്താണ് എന്നുള്ളത് പഠിക്കണം. മൂന്നാമത്തതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഉണ്ട്, ആ റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് എന്താണ് എന്നുള്ളത്. റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് എഴുതാൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ മക്കൾ അത് ആ രീതിയിൽ തന്നെ പഠിക്കണം. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇത് രണ്ട് ഓർഡറിൻ്റാണ് പഠിക്കേണ്ടത്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഒന്ന് ഫസ്റ്റ് ഓർഡറിൻ്റെതും പഠിക്കണം, സീറോ ഓർഡർ റിയാക്ഷൻ്റെയും പഠിക്കണം. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡറും സീറോ ഓർഡറും മക്കൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഹാഫ് ലൈഫ് പീരീഡ് ടി ഹാഫ്. എന്താ ടി ഹാഫ് എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്റ്റൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന ടൈമാണല്ലോ ഹാഫ് ലൈഫ് പീരീഡ്, അതാണ് ടി ഹാഫ്. അതും മക്കൾ ഫസ്റ്റ് ഓർഡറിൻ്റെയും സീറോ ഓർഡറിൻ്റെയും ഹാഫ് ലൈഫ് മക്കൾ എഴുതാൻ വേണ്ടി പഠിക്കണം. ഇനി സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താന്ന് വിത്ത് എക്സാമ്പിൾ പഠിച്ചിരിക്കണം. എന്താ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഒരു റിയാക്ഷൻ മക്കൾ കാണുമ്പോൾ അത് ഹയർ ഓർഡർ ആണ് ഫോളോ ചെയ്യാമെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതിൻ്റെ ഒറിജിനൽ ഓർഡർ 1 ആയിരിക്കും. ആ ടൈപ്പ് റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ മക്കൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, വിത്ത് എക്സാമ്പിൾ പഠിക്കണം. അറീനിയസ് ഇക്വേഷൻ എന്തായിരുന്നു? അറീനിയസ് ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു AE⁻⁻ ആ അറീനിയസ് ഇക്വേഷൻ എഴുതാനും അതിൻ്റെ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാനും മക്കൾക്കറിയണം. ഇനി എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, കാറ്റലിസ്റ്റ് എങ്ങനെ ഒരു റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്നു, കൊളീഷൻ തിയറി. ഇത്രയും കാര്യങ്ങളാണ് മക്കൾ ഈ ഒരു ചാപ്റ്ററിൽ, നിങ്ങളുടെ ഏതിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 9 ടോപ്പിക്ക് പഠിക്കുന്നതോടുകൂടി കെമിക്കൽ കൈനറ്റിക്സ് അടിപൊളിയായിട്ട് മക്കൾ പഠിച്ചു. ഇതിലൊരു കാര്യം മക്കൾ ശ്രദ്ധിക്കണം, പ്രോബ്ലം എപ്പോഴും ചോദിക്കാറ് ഒന്ന് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി കാണാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. 2 ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അതുപോലെ തന്നെ ഹാഫ് ലൈഫിൽ നിന്നും മക്കളോട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ പ്രോബ്ലം ചോദിക്കുന്ന ഒരു ഏരിയയാണ് അറീനിയസ് ഇക്വേഷൻ്റെ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഒരു 4 ഏരിയയിൽ നിന്നാണ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. എല്ലാ കുട്ടികൾക്കും ഈ ചാപ്റ്ററിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിലുള്ള ന്യൂമറിക്കൽസ് ആണ്. അപ്പം ന്യൂമറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറ് ഈ 4 ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾ ഇത്രയും ടോപ്പിക്ക് അടിപൊളിയായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് നല്ല മാർക്ക് മക്കൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം.